We are supposed to foster your confidence. For that purpose, we are having this function, doctors with the future doctors. ഡോക്ടർ മുഹമ്മദ് ഷെറീഫ് 2007 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS കഴിഞ്ഞു. ശേഷം എയിംസ് ഡൽഹിയിൽ നിന്ന് MS ENT കഴിഞ്ഞു. Now he is working as the consultant ENT surgeon, Nizar Hospital, വളാഞ്ചേരി. ഫസ്റ്റ് നിങ്ങൾ ബേസ് ഉണ്ടാക്കണം. ആ ബേസിൻ്റെ ലെവൽ വിട്ടിട്ടാണ് അവിടേക്ക് മുകളിലേക്ക് പോകാൻ പാടുള്ളൂ. NCERT നിന്ന് തുടങ്ങുക, ബേസ് സ്ട്രോങ് ആക്കുക. അഞ്ച് പോയിൻറ്റ്സ്. ഒന്ന് സ്ട്രോങ് മോട്ടീവ്, അത് നിർബന്ധമാണ്. അതില്ലാണ്ട് ഒരു കാര്യമില്ല. കാരണം കൺസിസ്റ്റൻ്റ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. എന്നും പഠിക്കണ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. മൂന്നാമത്തേത് ബേസ്, നാലാമത്തെ എക്സ്ട്രാ പോയിൻറ്റ്സ്, അഞ്ചാമത്തെ റിവിഷൻ. ഇതേ ഉള്ളൂ എൻട്രൻസ്, ഇത്രേ ഉള്ളൂ. പിന്നെ നമ്മളെ എഫേർട്ടും, ഈ എഫേർട്ടും ഉണ്ടോ സുഖമായിട്ട് എക്സാം. അല്ലാണ്ട് മറ്റവനക്ക് അത്ര റാങ്ക് കിട്ടുന്നുണ്ടല്ലോ, ഇവനക്ക് ഇത്ര റാങ്ക് കിട്ടുന്നുണ്ടോ, നിങ്ങൾ ഈ ഫ്ലോയിൽ പോകുന്നുണ്ടോ, നിങ്ങൾക്ക് റാങ്ക് കിട്ടും. അത് നിങ്ങൾ അതിന് എത്ര എഫേർട്ട്, നിങ്ങൾ എത്ര എക്സ്ട്രാ പോയിൻറ്റ്സ് നിങ്ങൾ ആഡ് ചെയ്യണോ അതിനനുസരിച്ച് കിട്ടുള്ളൂ. അല്ലാണ്ട് ബേസ് ഉണ്ടായതുകൊണ്ട് ബാക്കിയൊന്നും നടക്കില്ല. എനിക്ക് എന്നാൽ ചെറിയൊരു എന്താണ് ഞാനിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ എനിക്ക് എവിടെയൊക്കെയോ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെ മൊത്തം കറക്റ്റ് ഒരു ക്ലിയർ കട്ട് വ്യൂ ആക്കി പ്രസൻറ്റ് ചെയ്ത് തന്നു സാറ്.